സാർ 4th കൊണ്ടുള്ള വെച്ചതേനു, പക്ഷെ അതിൽ നോട്ട് സബ്മിറ്റഡ് എന്നാണല്ലോ ഇപ്പോൾ 5th കൊണ്ടുള്ള വെച്ചിന്. മാർക്കില്ല. എന്താ പിന്നെ അപ്ലോഡ് ചെയ്തപ്പം സക്സസ്ഫുൾ കാണിച്ചിട്ടില്ല? സക്സസ്ഫുൾ കാണിച്ചിന്, പക്ഷെ പിന്നെ സബ്മിറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരില്ലല്ലോ. എപ്പോഴാ ചെയ്തേ? 4th മൊഡ്യൂൾ ഒരു 2 days മുമ്പേ, 5th മൊഡ്യൂൾ ഇന്നല. എപ്പോഴായിരുന്നു ലാസ്റ്റ് ഡേറ്റ്? എപ്പോഴായിരുന്നു? 25-ന്. അല്ല 25-ന് കറക്റ്റ് മറന്നുപോയി. പിന്നെ ഇന്നലെ ചെയ്താൽ നടക്കൂലല്ലോ. അല്ല 4th മൊഡ്യൂൾ അതിന് മുമ്പേ ചെയ്തിന്, ഞാൻ ഇന്നലെ 25 വെച്ചിട്ടാ പറഞ്ഞത്. ചെക്ക് ചെയ്യാം. സ്ക്രീൻ കാണാലോ അല്ലേ? നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ്. എന്തൊക്കെയായിരുന്നു ആപ്ലിക്കേഷൻസ് ഓഫ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ്? ഒന്ന് ആസ് യൂഷ്വൽ നമ്മൾ മറ്റ് ടെസ്റ്റിംഗ് മെത്തേഡൊക്കെ പറഞ്ഞ പോലെ തന്നെ ക്രാക്ക് ഡിറ്റക്ഷൻ ആണ് അല്ലേ? അല്ലേ? ദെൻ വേറെ ഒരു 3 ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്താ? അതായത് എഡ്ഡി കറന്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന വെറും ക്രാക്ക് ഐഡന്റിഫൈയിൽ മാത്രമാണോ, അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ കണ്ടുപിടിക്കും. കണ്ടക്ടിവിറ്റി മെഷർമെന്റിന് ഉപയോഗിക്കാം. പിന്നെ ട്യൂബ് ഇൻസ്പെക്ഷൻ അല്ലെ? ട്യൂബിന്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് പാർട്ടിൽ വരുന്ന കൊറോഷൻ ലെയറും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നില്ലേ? ദെൻ ലാസ്റ്റ് വൺ തിക്നെസ് മെഷർമെന്റ്. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ തിങ്ക് നമ്മൾ ഇതിലിപ്പം 4 ആപ്ലിക്കേഷൻസിൽ ഫസ്റ്റ് വൺ ഡിറ്റക്ഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഓർ സർഫസ് ക്രാക്സ്, സെക്കൻഡ് വൺ ഇസ് ദി കണ്ടക്ടിവിറ്റി മെഷർമെന്റ്, തേർഡ് വൺ ഇസ് ദി ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ് ആൻഡ് ഫൈനൽ തിക്നെസ് മെഷർമെന്റ്. ഇതിലിപ്പോ ആദ്യത്തെ 3 നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. കറക്റ്റ് അല്ലേ? ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ് നമ്മൾ പറഞ്ഞല്ലേ? ക്രാക്ക് ഡിറ്റക്ഷൻ, മെറ്റൽ തിന്നിങ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു മൊഡ്യൂളില് ഈ ആപ്ലിക്കേഷൻ ഓഫ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇൻസ്പെക്ഷൻ ഓഫ് ട്യൂബ്സ്. ഇപ്പൊ ട്യൂബ് ഇൻസ്പെക്ഷനിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിലും അതുപോലെ തന്നെ മറ്റ് സർക്യൂട്ടറിയിലൊക്കെ വരുന്ന നാരോ ഡയമീറ്റർ അല്ലെങ്കിൽ തിൻ ഡയമീറ്റർ ട്യൂബ്സിനകത്ത് ഇൻസൈഡ് പാർട്ടിലും ഔട്ട്സൈഡ് പാർട്ടിലൊക്കെ മെറ്റൽ തിന്നിങ്, അതായത് കൊറോഷൻ ലെയർ, അഡീഷണൽ ലെയർ ഫോർമേഷനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കൊറോഷൻ ലെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ടെസ്റ്റിങ്, എഡ്ഡി കറന്റ് ടെസ്റ്റിങ് നമ്മൾ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ട്യൂബിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ വരക്കാണ്. ഓക്കെ, ഒരു ട്യൂബ് നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ഇതിന്റെ ഇൻസൈഡ് പാർട്ടിൽ ഒരു കൊറോഷൻ ലെയർ ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ ലെയർ ഫോർമേഷൻ നടന്നിട്ടുണ്ടാവും അല്ലെ? ഒരു മെറ്റൽ തിന്നിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൊറോഷൻ നടന്നിട്ടുണ്ടോ, വളരെ മൈന്യൂട്ട് ലെയർ ആയിരിക്കും, അത് നടന്നോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇൻസൈഡ് ഡയമീറ്റർ പ്രോബിനെ കടത്തി വിടും. ഈ പ്രോബ് പോകുമ്പോ എന്താവും? പ്രോബ് എന്ന് പറഞ്ഞാൽ എന്താ? കോയിലാണ്. അപ്പൊ ഇതിന് അറൗണ്ട്, അതായത് നമ്മുടെ ട്യൂബിന്റെ പെരിഫറിയിൽ അല്ലെങ്കിൽ ഇൻസൈഡ് പെരിഫറിയിൽ എഡ്ഡി കറന്റ് ഫോം ചെയ്യും. അപ്പൊ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ എഡ്ഡി കറന്റിന് ഒരു ഡിസ്റ്റോഷൻ ഉണ്ടാവും, കാരണം ഇവിടെ ഒരു മെറ്റൽ തിന്നിങ് നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്റ്റോഷൻ നമുക്ക് ഇതിന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം, ഈ കോയിലിന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ നമുക്ക് ആ ഒരു മെറ്റൽ തിന്നിങ് കാരണമുള്ള ഇംപിഡൻസ് ചേഞ്ച് കാണാൻ പറ്റും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഈ ട്യൂബിന്റെ പുറം ഭാഗത്താണെങ്കിൽ, ഔട്ട്സൈഡ് പാർട്ടിലാണ് കൊറോഷൻ ലെയർ ഒക്കെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾ ഇൻസൈഡ് ഡയമീറ്റർ പ്രോബിന് പകരം എൻസർക്ലിംഗ് പ്രോബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തൂടെ ഇടുന്ന പ്രോബ് അല്ലെ? എൻസർക്ലിംഗ് പ്രോബ് വെച്ചിട്ടും സെയിം വേയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The next application is this thickness measurement of non-conducting coatings on conductive materials. ഇത്
നമ്മളെ ചില ടെസ്റ്റ് പീസ് നമ്മളിപ്പം ചില മെഷീൻസ് നിന്നൊക്കെ അയച്ചെടുത്ത കണ്ടക്ടിങ്, അതായത് നമുക്ക് എഡി കറന്റ് ടെസ്റ്റിംഗ് ഓൺലി ഫോർ കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. കണ്ടക്ടർ മെറ്റീരിയലിൽ മാത്രമല്ലേ എഡി കറന്റ് ടെസ്റ്റിംഗ് നടത്താൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ. ഇപ്പൊ കണ്ടക്ടർ മെറ്റീരിയൽസ് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും മെഷീൻ പാർട്ട്, ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ട് ആയിരിക്കും. ബട്ട് നമ്മൾ ആ മെഷീനിന്ന് അത് ഊരിയെടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ ചിലപ്പോൾ പെയിന്റിന്റെ കോട്ടിങ് ഉണ്ടാവാം, അതല്ലെങ്കിൽ അതിന്റെ മുകളിൽ മറ്റെന്തെങ്കിലും നോൺ കണ്ടക്ടിങ് കോട്ടിങ്സ്, അത് കണ്ടക്ടർ എലമെന്റിന്റെ മുകളിൽ വരുന്ന നോൺ കണ്ടക്ടിങ് കോട്ടിങ്സിന്റെ തിക്നെസ് മെഷർമെന്റിനും ഈ എഡി കറന്റ് ടെസ്റ്റിംഗ് ഉപയോഗിക്കും. സോ ദ തിക്നെസ് ഓഫ് നോൺ മെറ്റാലിക് കോട്ടിംഗ് ഓൺ മെറ്റൽ സബ്സ്ട്രേറ്റ് can be determined simply from the effect of lift-off impedance. This method has widespread use for measuring the thickness of paint and plastic coatings. ഞാൻ പറഞ്ഞു നമ്മുടെ ചില മെഷീൻ എക്യുപ്മെന്റ്സ് ഒക്കെ ഓൾറെഡി പെയിന്റ് ചെയ്ത കളറിലാണ് ഉണ്ടാവും അല്ലെ, ഏതെങ്കിലും ഒരു ഗ്രീൻ കളർ. നമ്മളിപ്പോ ലാബിലൊക്കെ ഉള്ളത് മിക്കവാറും ഗ്രീൻ കളർ പെയിന്റ് കോട്ടിംഗ് ഒക്കെ ഉള്ള എലമെന്റുകളാണ്. അപ്പൊ മെറ്റൽ പാർട്ടിന്റെ മുകളിൽ ആക്ച്വലി പെയിന്റ് എന്ന് പറയുന്ന ഒരു നോൺ കണ്ടക്ടിങ് കോട്ടിംഗ് ആണ് പെയിന്റ്. അതേപോലെ ചിലപ്പോൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് എലമെന്റ് ഒക്കെ വെച്ചിട്ടുള്ള കവറിങ്. അപ്പൊ ഈ കവറിങ്ങിന്റെ അല്ലെങ്കിൽ കോട്ടിങ്ങിന്റെ തിക്നെസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനും എഡി കറന്റ് ടെസ്റ്റിംഗ് നമ്മൾ ഉപയോഗിക്കും. ഇവിടെ ഇപ്പോ ഫസ്റ്റ് ഫിഗറിൽ ഒരു മെറ്റൽ പാർട്ട് ഉണ്ട്, ആ മെറ്റൽ പാർട്ടിന്റെ മുകളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കളേർഡ് കോട്ടിംഗ് ഉണ്ട് ഇത്രയും തിക്നെസ്സിലുള്ള. അതേപോലെ സെക്കൻഡ് വേറൊരു എലമെന്റ് ഉണ്ട്, അവിടെയും ഒരു കോട്ടിംഗ് ഉണ്ട്. രണ്ടാമത്തെ കോട്ടിംഗ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ തിക്നെസ് ആണല്ലോ അല്ലെ. ഈ ഒരു തിക്നെസ് എങ്ങനെ മെഷർ ചെയ്യും, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് നോൺ കണ്ടക്ടിങ് തിക്നെസ് മെഷർമെന്റ് ഓഫ് നോൺ കണ്ടക്ടിങ് കോട്ടിങ്സ് ഓൺ കണ്ടക്ടിങ് മെറ്റീരിയൽ, കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. അപ്പൊ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽസിൽ വരുന്ന നോൺ കണ്ടക്ടിങ് ലെയറിന്റെ തിക്നെസ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതാണ് ഈ ഒരു എഡി കറന്റ് ടെസ്റ്റിംഗ് വെച്ചിട്ട് എങ്ങനെ ചെയ്യും നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ലിഫ്റ്റ് ഓഫ്. എന്തിനാ ലിഫ്റ്റ് ഓഫ്? What is lift off? Hello? കോയിലും കോയിലും നമ്മുടെ ടെസ്റ്റ് പീസിന്റെ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വാരിയേഷനെയാണ് നമ്മൾ ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ലിഫ്റ്റ് ഓഫ് കൂടുമ്പോ, ലിഫ്റ്റ് ഓഫ് കൂടുക എന്ന് വെച്ചാല് സർഫസ് ടു കോയിൽ ഡിസ്റ്റൻസ് കൂടുക അല്ലെ. കൂടുമ്പോ എഡി കറന്റിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയായിരിക്കും, അല്ലെ എഡി കറന്റിന്റെ സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ലിഫ്റ്റ് ഓഫ് കുറയുമ്പോൾ, അതായത് കോയിലും സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോ എഡി കറന്റ് ജനറേഷൻ മാക്സിമം ആയിരിക്കും അല്ലെ. അല്ലേടാ? ഓക്കെ. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഈ കണ്ടക്റ്റീവ് മെറ്റീരിയലിന്റെ മുകളിലുള്ള നോൺ കണ്ടക്റ്റീവ് കോട്ടിംഗ് മെഷർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലിഫ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്, മറന്നുപോയത്. ഇനി നമുക്ക് ഇവിടെ രണ്ട് കേസ് അല്ലെങ്കിൽ രണ്ട് എലമെന്റ് തന്നിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പം ഒരു എലമെന്റ് ഉണ്ട്, ഇതൊരു മെറ്റൽ പാർട്ടാന്ന് വെച്ചോ, ഏതെങ്കിലും ഒരു മെറ്റൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ, M. രണ്ട് സൈഡിലും രണ്ട് സെയിം മെറ്റൽസ് ഉണ്ട്. രണ്ട് മെറ്റലിന്റെ മുകളിലും കോട്ടിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തിക്നെസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ T, ഇവിടുത്തെ തിക്നെസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ T. ഓക്കെ. രണ്ടടിക്ക് ഞാൻ സെയിം കോയിൽ, ഇവിടെ സെയിം കോയിൽ, സെയിം ഫ്രീക്വൻസി AC യൂസ് ചെയ്യുന്നു. ഇതിനെ ഞാൻ എന്റെ ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഞാൻ എടുത്തിട്ട് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാൻ എന്നിട്ട് AC സപ്ലൈ ചെയ്തു. ഈ കോയിലിനെ ഞാൻ എക്സാക്ട് ഈ സർഫസിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ജോയിൻ ചെയ്തായിട്ട് കാണില്ല, പക്ഷെ നിങ്ങളിത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അതായത് നമ്മുടെ കോട്ടിങ്ങിന്റെ മേലയിലാണ് ഈ കോയിലുള്ളത്. അതേപോലെ സെക്കൻഡ് കോയിൽ ഇവിടുത്തെ കോട്ടിങ്ങിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ ലിഫ്റ്റ് ഓഫ് എന്ന് പറയുന്നത് മാക്സിമം കുറച്ചിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ ലിഫ്റ്റ് ഓഫ് ഏറ്റവും സ്മോൾ ലിഫ്റ്റ് ഓഫിലാണ് ഉള്ളത്. ഓക്കെ. എന്നിട്ട് ഞാൻ പിന്നെ AC പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടും സെയിം മെറ്റീരിയൽ ആണ്,
രണ്ടിനകത്ത് ഉപയോഗിച്ച സെയിം നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽസ് ആണ്, രണ്ടിനകത്ത് ഉപയോഗിച്ചേക്കുന്ന സെയിം ഫ്രീക്വൻസി AC ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, ഈ രണ്ട് ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രത്തിൽ കിട്ടുന്നത് സെയിം വാല്യൂസ് അല്ലെ സെയിം ഗ്രാഫ് ആയിരിക്കുമോ? ഇല്ല. എന്തുകൊണ്ടല്ല? അതെ, അല്ല ശരിയാണ്. തിക്നെസ് ഡിഫറെന്റ്. എന്തുകൊണ്ടാണ്? കോട്ടിങ്ങിന് തിക്നെസ് ഡിഫറെന്റ്. മാറ്റമുണ്ടല്ലേ? ആക്ച്വലി നമ്മളെ ലിഫ്റ്റ് ഓഫിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ടെസ്റ്റ് പീസിന്റെ സർഫസും കോയിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ഇവിടെ ഞാൻ ലിഫ്റ്റ് ഓഫ്, ഞാൻ ഒരു മിനിറ്റ് ഇതൊന്ന് റീസ് ചെയ്യാം. ലിഫ്റ്റ് ഓഫ് ഞാനൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കോയിലിന്റെ ബോട്ടം സർഫസും ടെസ്റ്റ് പീസിന്റെ സർഫസ്, അതായത് ഇത് ഈ മെറ്റലിന്റെ സർഫസ് എന്ന് പറയുമ്പോൾ ഇവിടെയല്ലേ വരിക? ഇതല്ലേ ഇവിടുത്തെ ലിഫ്റ്റ് ഓഫ് അല്ലേ? അടുത്ത കേസ് നോക്കാം നമുക്ക്. ഇവിടെ കോയിലിന്റെ ബോട്ടം സർഫസും ടെസ്റ്റ് പീസിന്റെ ടോപ്പ് സർഫസും, ഇതല്ലേ ഇവിടുത്തെ ലിഫ്റ്റ് ഓഫ് അല്ലേ? ഈ രണ്ടിൽ ലിഫ്റ്റ് ഓഫ് സെയിം ആണോ? അല്ല. ഏതിലാ ലിഫ്റ്റ് ഓഫ് കൂടുതൽ? അല്ല സർ, ഈ ഒന്നാമത്തേലാണോ രണ്ടാമത്തേലാണോ? ഒന്നാമത്തെ ലിഫ്റ്റ് ഓഫ് കൂടുതൽ. അപ്പം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറണ്ടിന്റെ ആ ഒരു ഇന്റൻസിറ്റി, അതിന്റെ സ്ട്രെങ്ത് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന എഡ്ഡി കറണ്ട് ഇവിടെ 3 ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എഡ്ഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് താഴോട്ട് വരുന്നതോറും സ്ട്രെങ്ത് കുറഞ്ഞു വരും. അവിടെ ഇങ്ങനെ ലൈൻ ഇട്ടേക്കുന്നത്. നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ എഡ്ഡി കറണ്ടിന്റെ സ്ട്രെങ്ത് നോക്കി, ഇപ്പുറത്തുള്ളതിനേക്കാളും കൂടുതൽ സ്ട്രെങ്ത്തിൽ ഇവിടെ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഫോം ചെയ്ത ഈ സ്മോൾ ഇന്റൻസിറ്റി എഡ്ഡി കറണ്ട് കാരണം ഇതിന് വരുന്ന ഇമ്പിഡൻസ് ചേഞ്ച് എന്ന് പറയുന്നത് ചെറിയ ചേഞ്ച് ആയിരിക്കും. ഇതിന്റെ ഇമ്പിഡൻസ് ചേഞ്ച് നമ്മൾ ഇമ്പിഡൻസ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോയിട്ടുണ്ടാവുക. നേരെ മറിച്ച് ഇവിടെ നല്ല ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ കോയിലിന്റെ ഇമ്പിഡൻസ് ചേഞ്ച് എന്ന് പറയുന്നത് നല്ല ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഗ്രാഫ് ഇങ്ങനെ പോയിട്ടുണ്ടാവും. സോ നമുക്ക് ഈ ഇമ്പിഡൻസ് ചേഞ്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാണ് തിക്നെസ് കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? നിങ്ങൾക്ക് ഒരു മെറ്റൽ പീസ് അതിന്റെ മുകളിൽ കോട്ടിംഗ് ഉള്ള പെയിന്റോ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയലിലെ കോട്ടിംഗ് ഉള്ള കുറെ വർക്ക് പീസ് വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ തിക്നെസ് ഉള്ള കോട്ടിംഗ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കോയിൽ എടുത്തിട്ട് ജസ്റ്റ് അതിന്റെ സർഫസിൽ വെച്ച് ഓരോന്നിന്റെ ഇമ്പിഡൻസ് പ്ലെയിൻ ഡയഗ്രാം നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോ ഏറ്റവും ചെറിയ ഇമ്പിഡൻസ് ചേഞ്ച് ഉള്ളത് ആർക്കാണോ അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിക്നെസ് ഉണ്ടാവുക അല്ലെ? കാരണം എഡ്ഡി കറണ്ട് തിക്നെസ് കൂടുന്തോറും എഡ്ഡി കറണ്ടിന്റെ ജനറേഷൻ കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോ ഈ ഇമ്പിഡൻസിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് കുറവായിരിക്കും. നേരെ മറിച്ച് തിക്നെസ് കുറയും തോറും ഇവിടെ ഉണ്ടാകുന്ന എഡ്ഡി കറണ്ട് മാക്സിമം ആയിരിക്കും. മാക്സിമം ഇമ്പിഡൻസ് ചേഞ്ച് കോയിലിൽ ഉണ്ടാവുകയും ചെയ്യും അല്ലെ? അപ്പൊ ഈ ഒരു കമ്പാരിസൺ പ്രൊസീജിയർ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെന്റ് ഓഫ് തിക്നെസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് തിക്നെസ് റേഞ്ച് 0.5 to 25 മൈക്രോമീറ്റർ റേഞ്ചിൽ വരെയുള്ള, അത് ഈ തിക്നെസ് മൈക്രോമീറ്റർ റേഞ്ചിൽ വരെയുള്ള തിക്നെസ് നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ക്യാൻ ബി മെഷേർഡ്. ഓക്കെ, അപ്പോ തിക്നെസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലിഫ്റ്റ് ഓഫ് തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. തിക്നെസ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് പീസിന്റെയും കോയിലിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് കൂടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ടെസ്റ്റ് പീസിന്റെ സർഫസും കോയിലിന്റെ ബോട്ടം സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലിഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ലിഫ്റ്റ് ഓഫ് കൂടുന്തോറും നമുക്ക് കിട്ടുന്ന ഇമ്പിഡൻസ് ചേഞ്ചിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ഇമ്പിഡൻസ് ചേഞ്ച് ഐഡന്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ആ ഇമ്പിഡൻസ് ചേഞ്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു തിക്നെസ് വാല്യൂവിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് ഈ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ മൈന്യൂട്ട് തിക്നെസ് വരെ നമുക്ക് മെഷർ ചെയ്യാം. അതായത് 0.5 to 25 മൈക്രോമീറ്റർ റേഞ്ചിൽ വരെയുള്ള അത്രയും മൈന്യൂട്ട് തിക്നെസ് വരെ നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? Okay, then what are the advantages of eddy current testing?
ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഹൈ സ്പീഡ് ടെസ്റ്റിംഗ്. എന്തുകൊണ്ടാണ് ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് പറയുന്നത്? നമ്മൾ AC കറണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കോയിൽ നമ്മൾ ടെസ്റ്റ് പീസിന്റെ സർഫസിലേക്ക് കൊണ്ടുവെക്കുമ്പോഴേക്കും നമുക്ക് ഇമ്പിഡൻസ് ഡയഗ്രാം കിട്ടും അല്ലെ. ഡിസ്പ്ലേ ഡിവൈസിൽ ഇമ്പിഡൻസ് ഡയഗ്രാം കിട്ടും. കോയിൽ നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ ഈ ഇമ്പിഡൻസിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പം കോയിലുള്ള സ്ഥലത്ത് എന്തുണ്ട്, ക്രാക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ദെൻ ആക്യുറേറ്റ് മെഷർമെന്റ് ഓഫ് കണ്ടക്ടിവിറ്റി, ഇത് ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. മറ്റൊരു ടെസ്റ്റിംഗ് മെത്തേഡിനും ഇല്ലാത്ത ഒരു ടെസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് കണ്ടക്ടിവിറ്റി മെഷർമെന്റ്. Then near surface discontinuities can reliably detected. Near surface എന്ന് പറഞ്ഞാൽ സബ് സർഫസ് അല്ലെ. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്താ? സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ ഹലോ 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 സാർ. ഇത് കട്ടായോ? ആ സാർ ഇടക്കിടക്ക് കേട്ടാ. ഓക്കെ, സ്ക്രീൻ കാണാലോ? നമ്മൾ പറഞ്ഞു നിയർ സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു നിയർ സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ് സർഫസ് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കണം? കൂടുതലാണോ കുറവായിരിക്കണോ? കൂടുതലായിരിക്കണം. എന്താ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ? എന്താ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ? ഹലോ ഹലോ Depth where the density of the current reaches. നമുക്ക് ഇപ്പൊ ഒരു കോയിൽ ഉപയോഗിച്ച്, ഞാൻ ഇവിടെ ഒരു കോയിലും ടെസ്റ്റ് കേസും വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ കോയിൽ ഉപയോഗിച്ചാല് ഇതിനകത്ത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ സർഫസിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ എഡ്ഡീസ് പോലെ താഴോട്ട് വരുന്തോറും ഈ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. ഒരു പോയിന്റ് എത്തുമ്പോ ഇത് ഇങ്ങനെ കുറഞ്ഞു 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 ഒരു പോയിന്റ് എത്തുമ്പോൾ 0 ആവും അല്ലെ. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ ഒരു റേഞ്ച് ഉണ്ടായിരുന്നു. എത്രയായിരുന്നു അത്? സർഫസിൽ ജനറേറ്റ് ചെയ്ത എഡ്ഡി കറണ്ടിന്റെ 37% എത്തുന്ന സ്ഥലം ഏതാണോ അത്രയും ഡെപ്തിലുള്ള ക്രാക്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് സർഫസിൽ ഇപ്പൊ 100 ആംപിയർ ആണെങ്കിൽ 37 ആംപിയർ എത്ര ഡെപ്തിലാണോ, ഇവിടെയാണ് 37 എങ്കിൽ ഇത്രയും ഡെപ്തിലുള്ള എല്ലാ ക്രാക്കിനെയും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതല്ലേ സ്റ്റാൻഡേർഡ് ഡെപ്ത് ഓഫ് പെനിട്രേഷൻ? അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ മ്യൂ എഫ്. ഇപ്പൊ ഇവിടെ ഫ്രീക്വൻസിയും ഡെപ്ത് ഓഫ് പെനിട്രേഷൻ തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കൂട്ടണമെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യണം? കുറക്കണം. സോ നമുക്ക് നിയർ സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് അല്ലെങ്കിൽ സബ് സർഫസ് ഡിസ്കണ്ടിന്യൂറ്റീസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ലോ ഫ്രീക്വൻസി AC ഉപയോഗിച്ചാൽ പോരെ? Okay, next advantage is we can automate this process. അത് നമ്മൾ മാനുവലി ചെയ്യുന്നതൊക്കെ മെഷീൻ പ്രോസസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് വേർഷൻ ആയിട്ട് നമുക്ക് ഈ ടെസ്റ്റിങ്ങിനെ കണ്ടക്ട് ചെയ്യാം. കാരണം നമ്മൾ മുമ്പൊക്കെ അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ടാ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ അത് ഹൈലി ഓട്ടോമേറ്റഡ് ഡിസ്പ്ലേ ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നോ ഫിസിക്കൽ കോണ്ടാക്ട് നെസസറി. നമ്മളെ ടെസ്റ്റ് പീസുമായിട്ട് കോണ്ടാക്ടിന്റെ ആവശ്യം ശരിക്കും ഇല്ല. കാരണം നമുക്കറിയാം കോയില് AC കറണ്ട് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ വെക്കുമ്പോഴേക്ക് തന്നെ ഇവിടെ എഡ്ഡി കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ കോയിൽ നമ്മുടെ സർഫസ് ആയിട്ട് ടച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അല്ലെ. ടച്ച് ചെയ്യൽ നിർബന്ധമാണോ? അല്ല സർ. Okay, so the no physical contact necessary.
then low cost, portable, complex shapes can be detected. Then moving on, limitations. What are the limitations of eddy current? Eddy current testing. Limited penetration. Depth of penetration എന്ന് പറയുന്നത് 37% വരെയുള്ള ഡെപ്ത് മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു ലിമിറ്റഡ് റേഞ്ചിൽ മാത്രമേ നമുക്ക് സബ്സർഫസ് ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദെൻ പ്രധാനപ്പെട്ട ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി സ്യൂട്ടബിൾ ഫോർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. അതായത് കണ്ടക്ടർ എലമെന്റിൽ മാത്രമേ ഈ ഒരു ടെസ്റ്റിംഗ് മെത്തേഡ്, എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് മെത്തേഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എഡ്ഡി കറന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ആണ്. ഇൻസുലേറ്ററിൽ ഈ എഡ്ഡി കറന്റ് ജനറേറ്റ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റിംഗ് പോസിബിൾ അല്ല. ഓൺലി സ്യൂട്ടബിൾ ഫോർ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. ഓൺലി ഗീവ് ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. അതായത് നമുക്ക് ക്രാക്കിനെ പറ്റി ഉണ്ടോ ഇല്ലയോ, അതിന്റെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ്. ഒരു ക്രാക്കിന്റെ ക്വാളിറ്റേറ്റീവ് ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ആ ക്രാക്ക് ഉണ്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് ഉണ്ടോ, ക്രാക്കിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ തരുള്ളൂ. നേരെ മറിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വെച്ചാൽ ഒരു ക്രാക്കിന്റെ എല്ലാ ക്വാണ്ടിറ്റീസും, അതായത് അതിന്റെ ഡെപ്ത് എത്രയാണ്, അതിന്റെ ലെങ്ത് എത്രയാണ്, അത് എത്ര ഡെപ്തിലാണുള്ളത് തുടങ്ങിയ ഫുൾ ഫീച്ചേഴ്സ്, അതായത് അതിന്റെ മെഷർമെന്റുമായി റിലേറ്റ് ചെയ്യുന്ന ഡാറ്റാസിനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുക. അപ്പൊ നമുക്ക് എഡ്ഡി കറന്റ് ടെസ്റ്റിങ്ങിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഒന്നും കിട്ടുന്നില്ല. അതായത് ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. ക്രാക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത് എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് എത്രയുണ്ട്, വിഡ്ത്ത് എത്രയുണ്ട് എന്നുള്ള ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയൊന്നും എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഓൺലി ഗീവ് ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ദെൻ ഹൈ സ്കിൽ റിക്വയർഡ്. നമുക്കറിയാം ഈ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഈ എഡ്ഡി കറന്റുമായിട്ട് ബന്ധപ്പെടുന്ന ഇലക്ട്രിസിറ്റി ടേംസും അതുപോലെ തന്നെ ഈ റീഡിങ്സും ഇംപിഡൻസ് പ്ലെയിൻ ഡയഗ്രവും തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫോൾസ് ഇൻഡിക്കേഷൻ മേ ഒക്കർ ഡ്യൂ ടു എഡ്ജ് എഫക്ട് ഓർ എൻഡ് എഫക്ട്. നമ്മൾ എഡ്ജ് എഫക്റ്റും എൻഡ് എഫക്റ്റും പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു എഡ്ജ് എഫക്ട് എന്ന് പറഞ്ഞാലും എൻഡ് എഫക്ട് എന്ന് പറഞ്ഞാലും മെറ്റീരിയലിന്റെ ജോമെട്രിയിൽ വരുന്ന ചേഞ്ച് കാരണം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എഫക്റ്റുകളാണ് അല്ലെ. ഞാൻ ഇവിടെയാണ് പ്രോബ് വെച്ചിട്ടുള്ളെങ്കിൽ എഡ്ഡി കറണ്ട് ഇവിടുന്ന് പകുതിക്ക് കട്ടാവും, അപ്പൊ നമുക്ക് ഇമ്പിഡൻസ് ചേഞ്ച് വരും. നമ്മൾ വിചാരിക്കും ക്രാക്ക് കാരണമാണ്, പക്ഷെ ഇവിടെ മെറ്റീരിയൽ തീർന്നു, എഡ്ജ് എത്തി, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഡമ്മി പീസും കൂടി വെച്ചിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ എഡ്ഡി കറണ്ട് ഈ ഒരു സ്ഥലത്ത് കൃത്യമായ സർക്കിൾ തന്നെ ഫോം ചെയ്യും. സോ എഡ്ജ് എഫക്റ്റും എൻഡ് എഫക്റ്റും കാരണം മേ ബി ഫോൾസ് ഇൻഡിക്കേഷൻസ് ഉണ്ടാവാം. ദെൻ നോ പെർമനന്റ് റെക്കോർഡ് ഈസ് പോസിബിൾ. നമ്മള് റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിലാണെങ്കിൽ എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റേഡിയോഗ്രാഫിക് ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിക് ഇമേജ് ആണ്. അപ്പൊ അതൊരു പെർമനന്റ് റെക്കോർഡ് സിസ്റ്റം ആണ് ആ ഇമേജ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ് അങ്ങനെയുള്ള ഒരു പെർമനന്റ് റെക്കോർഡിംഗ് ഒന്നും നിലവിലില്ല. സോ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് എഡ്ഡി കറന്റ് ടെസ്റ്റിംഗ്. സോ ദാറ്റ്സ് ഓൾ ഫോർ മൊഡ്യൂൾ 6. അപ്പം നമ്മുടെ NDT എന്ന് പറയുന്ന സംഭവം ഇതോടുകൂടി അങ്ങ് തീരുകയാണ്. എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങൾ എന്തായാലും ഉണ്ടാവും, എനിക്കറിയാം. നമ്മൾ ഒരു ഓഫ്ലൈൻ മോഡിൽ എടുക്കുന്നതും ഓൺലൈൻ മോഡിൽ എടുക്കുന്നതും ഇതൊരു പുതിയ അനുഭവമാണ് എല്ലാവർക്കും, നിങ്ങൾക്കും നമുക്കും എല്ലാം. അപ്പം എത്രത്തോളം നിങ്ങൾ ഈ 6 മൊഡ്യൂളിലുള്ള എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്തു എന്നുള്ളതിനെ പറ്റി ഏതാണ്ടൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാമിന് ആ ഒരു കൺസിഡറേഷൻ ഒന്നും ഓൺലൈൻ മോഡായിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ മോഡിന്റെ ഒരു എഫക്റ്റീവ്നെസ് ഒന്നും കിട്ടിയില്ല എന്നുള്ള അങ്ങനെ ഒരു കൺസിഡറേഷൻ ഒന്നും നിങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അപ്പൊ ആ സമയത്ത് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നതിന് നല്ലത് ഈ മൊഡ്യൂളിൽ എന്തെങ്കിലും കാര്യങ്ങൾ തീരെ വ്യക്തമാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വേറെ ഏതെങ്കിലും സബ്ജക്ട് 6 മൊഡ്യൂൾ കഴിഞ്ഞോ? ഇല്ല സർ. സർ എക്സാം ഡിസംബർ തന്നെ ഉണ്ടാവും. ക്ലാസ് പറഞ്ഞിട്ടില്ല. എങ്ങനെ നവംബറിൽ ക്ലാസ് അല്ല, നിലവിൽ ഞാൻ എന്റെ ഒരു ഐഡിയ പറഞ്ഞാണ്, ഉറപ്പൊന്നുമല്ല. ചിലപ്പോൾ ഡിസംബറിൽ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ എക്സാം കലണ്ടർ പ്രകാരം ഡിസംബറിലാണ് എക്സാം ഉള്ളത്. കലണ്ടർ റിവൈസ് ചെയ്യുന്നുണ്ട്.
ജനുവരി ക്ലാസ് തുറന്നു അതിനുശേഷം എക്സാം ജനുവരിയിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബറിൽ നടക്കണം. എക്സാം എന്തായാലും ഉണ്ടാവും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും KTUവിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ 3 മാസത്തിൽ നിങ്ങൾക്ക് അറിയാലോ, സപ്ലിമെന്ററി എക്സാം ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരുടെയും നടന്നു കഴിഞ്ഞു. അപ്പൊ അത് ശരിക്കും ഒരു ട്രയൽ റൺ നടത്തുക. ഓഫ്ലൈൻ മോഡിൽ തന്നെ എക്സാം ഉണ്ടാവും എന്നുള്ളതാണ് സ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അതാണ്, അതിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ വന്നതിൽ പറയുന്ന ആ ഇപ്പൊ കോളേജിൽ നടക്കുന്ന സീരീസ് എല്ലാം ക്യാൻസൽ ആക്കി വെക്കണം, എന്നിട്ട് ഓഫ്ലൈൻ മോഡിൽ തന്നെ കോളേജ് തുറന്നതിന് ശേഷം നടത്തണം എന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടോ? അമെന്റ്മെന്റ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇത് കണ്ടു ഒരു ഗ്രൂപ്പിൽ. അപ്പൊ നമ്മളത് പ്രശ്നമൊന്നുമില്ലല്ലേ കഴിഞ്ഞത്? കഴിഞ്ഞതിലൊന്നും ഒരു പ്രശ്നം വരില്ല. നിങ്ങൾക്ക് എന്തായാലും ഇന്റേണൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സീരീസ് എക്സാം നടന്നല്ലേ പറ്റൂ. പക്ഷെ ഇന്നലത്തെ പേപ്പറിൽ കണ്ടത് പിന്നെ ജാനുവരിയിൽ